யார் உங்கள் ஹஸ்பண்ட்? ஃபஸ்ட்டு உங்கள் ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே? அதை ஃபஸ்ட்டு நீங்கள் வெளியில் சொல்லுங்கள். உங்கள் ஹஸ்பண்டோட நீங்கள் சந்தோஷமாக இருங்க. நீங்கள் போனீங்கல்ல, எதுவுமே வேணான்னு போனீங்கல்ல, இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்கள் பேசுகிறீங்க? അപ്പോൾ എലിസബത്ത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടിയായിട്ട് കോകില വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എലിസബത്ത് ഇപ്പോഴാണല്ലോ എലിസബത്ത് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ തുടങ്ങിയത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എലിസബത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് കോകില വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കോകില പറയുന്ന കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. எல்லாருக்குமே நமஸ்காரம். இப்போ நான் என்ன சொல்ல வரேன்னா, நிறைய விஷயங்கள் பார்க்கும்போது எனக்கு ரொம்ப அது கஷ்டமாக இருக்குது. ஏன்னா நானும் ஒரு பொண்ணு தானே, எனக்கும் நிறைய கஷ்டங்கள் இருக்குது. ஸோ நீங்கள் எனக்கு சப்போர்ட் பண்ணுவீங்கன்னு நான் நினைக்கிறேன். இந்த மெசேஜ் நான் டைரெக்டாக யாருக்கு சொல்கிறேன்னா, எலிசபெத் அக்காவுக்கு தான் நான் சொல்கிறேன், எலிசபெத் சேச்சிக்கு தான் நான் சொல்கிறேன். இப்போது ஒரு 20 minutes பிஃபோர் தான் நான் உங்கள் வீடியோ பார்த்துருந்தேன். நீங்கள் எனக்கு சேலஞ்ச் பண்ண மாதிரி இருந்தது. அதாவது என்னென்னா, லாஸ்ட் டைம் வீடியோ போட்டிருந்தேன். இது நான் என்ன சொல்ல வரேன்னா, மாமா வந்து நீங்கள் ஒரு கேர்ளாக இருந்து இது இருக்குது அது இருக்குது அப்படி இப்படின்னு நிறைய விஷயங்கள் சொல்கிறீங்க. பட் மாமா வந்து ஒரு எப்படி சொல்கிறது, ஒரு ஜென்னாக இருந்து அவர் வந்து சொல்ல முடியாத நிறைய விஷயங்கள் இருக்குது. அதெல்லாம் வந்து சொன்னால் எங்களுக்கு அது அசிங்கம். உங்களுக்கு அது அசிங்கமோ இருக்கோ இல்லையோ, அது எங்களுக்கு ரொம்ப அசிங்கம். ஸோ நான் என்ன சொல்ல வரேன்னா, நான் வந்து என் மாமாவோட ரொம்ப சந்தோஷமாக நல்லா இருக்கேன். அதே மாதிரி நீங்கள் வந்து ரெஜிஸ்டர் மேரேஜ் பண்ணியிருக்கீங்கல்ல, அதை வந்து ஃபஸ்ட்டு இந்த மக்களுக்கெல்லாம் சொல்லுங்கள். ஏதோ நாங்கள் ஏமாத்துறோம், அது பண்ணுறோம் இது பண்ணுறோம் நீங்கள் சொல்கிறீங்கல்ல, நீங்கள் ஃபஸ்ட்டு இவங்களெல்லாம் ஏமாத்துறீங்கல்ல, அவங்கள ஃபஸ்ட்டு நீங்கள் சொல்லுங்கள். யார் உங்கள் ஹஸ்பண்ட்? ஃபஸ்ட்டு உங்கள் ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே? அதை ஃபஸ்ட்டு நீங்கள் வெளியில் சொல்லுங்கள். കോകില പറയുന്നത് എലിസബത്ത് ആദ്യം ഒരു ഡോക്ടറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് രജിസ്റ്റർ മാരേജാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് ആദ്യം ഞങ്ങളെ വിട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എലിസബത്ത് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കോകിലയ്ക്ക് എന്താ പ്രശ്നം? കോകിലയും എന്താ പറയുക, ബാല ഇതുപോലെ കല്യാണം കഴിച്ചതല്ലേ, കോകില കഴിക്കാത്തതിന് എന്താ ഇത്? അപ്പോൾ എലിസബത്ത് കഴിച്ചതിന് എന്താ പ്രശ്നം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോകിലയ്ക്ക് ഇത്രയും മാത്രം ദേഷ്യം വരും. ആദ്യം ഒരു വിവാഹം കഴിച്ച് പിന്നെ രണ്ടാമത് ബാല്യവിവാഹം കഴിച്ചു എന്ന് പറയുന്നത് തെറ്റാണോ? അതിപ്പോൾ അയാളുടെ ഭർത്താവിന് തട്ടിയെടുത്ത രീതിയിലല്ലേ ഒരാളുകളും ഇത് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നതും ആളുകൾ പറയുന്നതും അങ്ങനെയല്ലേ. അല്ലാതെ ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് നാലാമത്തെ എന്തോന്നാണ് പറയുന്നത്. അതും ഇതാവാതിരിക്കാനാണ് എലിസബത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി പല തെളിവുകളടക്കമാണ് ഓരോ വീഡിയോസുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, അത് ശരിയായില്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കും. അതിലിപ്പോൾ എന്താ തെറ്റ്? അപ്പം എലിസബത്തിന് വിവാഹം ഫസ്റ്റത്തേത് ശരിയല്ലാന്ന് തോന്നി അത് ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അമൃതൻ്റെ കാര്യം എടുത്ത് നോക്കും. ഇപ്പോൾ ബാല അങ്ങനെ തന്നെയല്ലേ, ബാലയുടെ ഫസ്റ്റ് വിവാഹമൊന്നും അല്ലല്ലോ, 3-ോ 4-മത്തെ വിവാഹമല്ല. അതിനിപ്പോൾ എന്തിനാണ് അതെന്തിനാണ് വലിയ തെളിവ് എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് കോകിലയോട് പറയാനുള്ളത്. എന്തായാലും ബാല ചെയ്യുന്നത് പോലെ ആരും ചെയ്യില്ല, അത് ഉറപ്പാണ്. ബാല പറയുന്നത് എന്താ പറയുക, ഒരു സീരിയൽ മെഗാ എപ്പിസോഡ് പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു അവസാനമൊന്നും ഉണ്ടായിട്ടില്ല. ശരി, ഒന്ന് കഴിഞ്ഞ് രണ്ടാമതാണ് കോകിലെങ്കിൽ നമുക്കത് കേൾക്കത്. അമൃത കഴിഞ്ഞ് എലിസബത്ത്, ഇവരിൻ്റെ മുമ്പ് വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതറിയില്ല. അത് കഴിഞ്ഞ് കോകിലത് 4-മത്തെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് കോകില ഇവിടെ പറയണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കോകില പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. ஹஸ்பண்டோட நீங்கள் சந்தோஷமாக இருங்க. நீங்கள் போனீங்கல்ல, எதுவுமே வேணான்னு போனீங்கல்ல, இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்கள் பேசுகிறீங்க? சொல்லுங்கள். இவ்வளோ நாள் இதை நான் சொல்லக்கூடாது. மாமா நான் இதுக்கு முன்னாடியே நான் சொன்னேன். கல்யாணத்துக்கு முன்னாடி மாமா தான் சொன்னார், வேண்டாம் போட்டு பாவம், வேண்டாம் நல்லா இருக்கட்டும், அப்படி சந்தோஷமாக இருக்கட்டும் சொல்லிட்டு அவர் சொன்னார். ஆனால் நீங்கள் வந்து இவ்வளோ கீழ்த்தனமாக நீங்கள் பண்ணுறீங்க. இதில் எவ்வளோ உண்மை எவ்வளோ பொய் இருக்குன்னு எனக்கு நல்லாவே தெரியும். ஸோ எப்படி இந்த மாதிரிலாம் உங்களால் பேச முடியுதுன்னு எனக்கு தெரியல. അപ്പോൾ കോകില പറയുന്നു കോകിലയ്ക്ക് എല്ലാം അറിയാമെന്ന്. അപ്പോൾ കോകില ഇതെല്ലാം അറിയാൻ വേണ്ടി കോകില ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുമല്ല, ഒരു പെൺകുട്ടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുമ്പിൽ വന്നിട്ട് എന്നെ ഒരാൾ റേപ്പ് ചെയ്തു, അതുപോലെ തന്നെ വേറെ ഒരാളുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഫിസിക്കൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചു. ഇതൊക്കെ ഒരു പെൺകുട്ടിയും അത് സംഭവിക്കാത്ത അതും ഒരു ഡോക്ടർ അത്രയും അറിയില്ല, എന്താണ് ഏതാണെന്നുള്ളത് അറിയില്ല. ഒരു പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല. അത് 100% ഉറപ്പാണ്. എന്താ
വെച്ചാൽ അത് ഒരു പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അവർക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രചരിക്കും. അത് കുറച്ചും കൂടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഫേമോടുകൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് ആളുകളിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കും. അത് എലിസബത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ എലിസബത്ത് ചുമ്മാ വന്നിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് നുണ പറയുകയാണ്. അപ്പോൾ അതുപോലെ കോകില പറയുന്നത് 1.5 വർഷത്തിന് ശേഷം ആണ് ഇതൊക്കെ പറയുന്നത്. 1.5 വർഷം ചിലപ്പോൾ ചില ആളുകൾ മെൻ്റലി ആകെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് അപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ശരിയാണ്, ഇത്രയും നാൾ മൗനമായിട്ട് ഇരുന്നിട്ട് ഇപ്പോഴാണ് പുള്ളിക്കാരി ഓരോന്നും പറയാൻ തുടങ്ങിയത്. അതെന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിക്ക് ഇപ്പോഴായിരിക്കും ആ ഒരു ധൈര്യം, ആ ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടിയത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം തുറന്ന് പറയുന്നത്. മൗനമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഇവർ ഇങ്ങനെ 1, 2, 3, 4 കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് നടക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒന്നും പറയാതിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആരാണെങ്കിലും അത് പറഞ്ഞു പോകും. അത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുക്കും. അതൊന്നും കോകില ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ബാലയുടെ ഒരു പ്ലാനാണ്. എന്താ ചോദിച്ചാൽ സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ട് ഇനി ബാലയ്ക്ക് എലിസബത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പ്ലാനിങ്ങോടുകൂടി പുള്ളിക്കാരൻ മുന്നോട്ട് പോകണം, മനസ്സിലായി. അതുപോലെ തന്നെ കേരളത്തിലുള്ള ആളുകളും കൂടുതലും ബാലയെ വെറുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ പ്ലാനിങ് ആണ്. അല്ലാതെ ഇതൊന്നും വേറൊരു ഇതുമല്ല. അല്ലാതെ ഇങ്ങനെ എലിസബത്ത് പറയണതിന് ഇങ്ങനെ വന്ന് അതാകില്ല. അപ്പോൾ ബാല പറയാതെ കോകിലയെ കൊണ്ട് പറയിപ്പിക്കണം ഓരോ കാര്യങ്ങൾ, മനസ്സിലായി. ഇപ്പം എന്താ ഇവരുടെ പ്ലാന്? എലിസബത്തിനൊരു മാനസിക രോഗിയാക്കണം. മാനസിക രോഗിയാകുന്ന സമയത്ത് കോടതി എലിസബത്ത് പറയുന്ന കാര്യങ്ങളൊന്നും വകവെക്കില്ലല്ലോ, മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അങ്ങനെയാണ് ഇവരൊരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ മറ്റൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ തന്നെ എടുക്കുന്നത് ബാലയുടെ അറിവോടുകൂടിയാണ്. ബാലയാണ് ഫോൺ പിടിച്ച് കൊടുക്കുന്നതെന്നും വ്യക്തമാണ്. നമുക്ക് ഓരോ ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും കോകില പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. மாதிரி நீங்கள் 15 வருஷமாக மெடிசன் சாப்பிட்றீங்க, 15 வருஷமாக. இதை நீங்கள் ஃபஸ்ட்டு எல்லாருக்கும் சொல்லுங்களேன். எல்லாருக்கும் தெரிகிறது என்னென்னா எலிசபெத் சேச்சினா ஒரு டாக்டரு, அவங்க நல்லா இருப்பாங்க, பாவமானவங்க, அது மாதிரி தான் நீங்கள் நினைக்கிறீங்க. ஆனால் அவங்க உள்ளே என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது. உங்களுக்கு தெரியாமல் நீங்கள் பாட்டுன்னு இது அது இதுன்னு சொல்லி பேசிகிட்டு இருக்கீங்க. என்ன சொல்கிறதுன்னு எனக்கு தெரியல. இதெல்லாம் பார்க்கும்போது எனக்கு ரொம்ப கஷ்டமாக இருக்குது. நாங்கள் வாழணும்னு நீங்கள் நினைக்கிறீங்கன்னா தயவு செஞ்சு எங்களை வாழ விடுங்க. இல்லைனா நீங்கள் என்ன பண்ணணுமோ அது பண்ணுங்கள், நாங்களும் என்ன பண்ணணுமோ நாங்கள் அதை பார்த்துக்குறோம். எல்லாத்துக்குமே எங்ககிட்ட ப்ரூஃப் இருக்குது. பட் இப்போவும் மாமா எதுவுமே போகக்கூடாது, எந்த விஷயத்துலையும் வேண்டாம், போட்டும் அப்படி சொல்லிட்டு தான் மாமா விடுறாரு. அதனால் நான் என்ன சொல்கிறேன்னு எனக்கு தெரியல. நீங்கள் ரெஜிஸ்டர் பண்ண மேரேஜோட ஒருத்தர் இருக்கார் இல்லையா, அவரோட நீங்கள் சந்தோஷமாக வாழுங்க. மாமா இது பண்ணாதீங்க. நாங்கள் சந்தோஷமாக வாழ்கிறோம். அதே மாதிரி இப்போ இதெல்லாம் உங்களுடைய என்ன சொல்கிறது ப்ரூஃப் நாங்கள் கொஞ்சம் எடுத்து வச்சுருக்கோம். நாங்கள் கேஸ் கொடுக்க விரும்பலை. நீங்கள் கேஸ் கொடுக்கும் மாமா அது வேண்டான்னு சொல்லிட்டாரு. ஏன்னா இவ்வளோ நாள் வேண்டாம் சொல்லிட்டு இருந்தது. இன்றைக்கி நீங்கள் இது பண்ணது எனக்கு ரொம்பவே கஷ்டமாக இருந்தது. அது இல்லாமல் இதெல்லாம் மாமாவும் உங்களுடைய பிரதர் கிறிஸ்டோஃபர் அவர் இருக்கார்ல, அவருடைய டெக்ஸ்ட்டு. அப்புறம் இது 4 கம்ப்ளைண்ட் இருக்குது. அந்த கம்ப்ளைண்ட்டோட இது 2022 நடந்தது, அது எல்லாமே இருக்குது. ഇതാണ് ഇപ്പോൾ വലിയ എവിഡൻസ് എന്ന് പറയുന്നത്. ഇതും പൊക്കി പിടിച്ചിട്ട് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്താ പറയുക, എലിസബത്തിൻ്റെ ബ്രദറുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത്, അതിപ്പോൾ സ്വാഭാവികമായിട്ടും പെങ്ങളെ ദ്രോഹിക്കുന്ന സമയത്ത് ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അതിൻ്റെ ചാറ്റും ഇതൊക്കെ പൊക്കി പിടിച്ചിട്ട് കാണിച്ചിട്ട് എന്ത് പറയാൻ? ഇതിനെയാണ് വലിയ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വിഡ്ഢിത്തരമാണല്ലേ, എന്താ പറയുക, എന്തോ ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പലതും, എലിസബത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൂഫുകളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൂടെ. എന്താ പറയുക, ബാല പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഗർഭിണിയായ വൈഫിനെയും കൊണ്ട് വന്നിട്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. ഗർഭിണിയാണെന്നാണ് പറയുന്നത്, അറിയില്ല. വേറെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗർഭിണിയാണെന്നുള്ളതൊക്കെ. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. இதெல்லாம் காமிக்கணுன்ட்டு எனக்கு இது கிடையாது. பட் நான் சொல்கிறேன், ஆர்பர் டிப்ரெஷன்லேயும் சூசைட் ஐடியல்லையும் நீங்கள் இருக்கீங்க. அது ஆமாவா இல்லையா மட்டும் நீங்கள் சொல்லுங்கள். ஏன்னா எதுவுமே மக்களுக்கு எல்லாமே நினச்சிட்ருக்காங்க, ரொம்ப மாமா மேலே ரொம்ப மிஸ்டேக் இருக்குது. இப்போ எல்லாமே நீங்கள் சொன்னது எல்லாமேனால மாமா மேலே ரொம்ப பேர் நீங்கள் ரொம்ப டேமேஜ் பண்ணிட்டீங்க. உங்கள் பேர் இப்போ வரைக்கும் மாமா டேமேஜ் பண்ணக்கூடாது, பாவம், வேண்டாம் அப்படின்னு சொன்ன ஒரே இதுக்காக மட்டும்தான் நாங்கள் இது வரைக்குமே எதுவுமே பண்ணல. ஸோ நீங்கள் இன்னும் பண்ணணும், இது பண்ணணும்னா பண்ணுங்கள். அதை நான் எப்படி ஃபேஸ் பண்ணுமோ நான் பண்ணிக்கிறேன். இப்போ கூட மாமா இது பண்ணக்கூடாதுன்னு தான் சொன்னார். பட் நீங்கள் இப்போ ஒரு வீடியோ போட்டிருந்தீங்களே, வாட் ஐ ஹேவ் டு சே அப்படி சொல்லிட்டு மாமா அப்படி சொல்லிட்டு போட்டிருந்தீங்கள்ல,
அந்த வீடியோக்காக தான் நான் இப்போ ரிப்ளை கொடுக்குறேன். ஓகேங்களா? அவ்வளோதான். இதுதான் நான் உங்ககிட்ட சொல்லணும்னு நினைக்கிறேன். இதுக்கப்புறம் நீங்கள் இதுக்கப்புறம் ஏமாத்துனீங்கல்ல, நீங்கள் வந்து கல்யாணம் பண்ணிவிட்டு அப்புறம் திரும்ப வந்து என் மாமாவை ஏமாத்துனீங்க. இப்போ ஏமாற்றிட்டு வந்து 1.5 வருஷம் கழிச்சிட்டு வந்து இப்போ வந்து நீங்கள் வந்து உரிமை கொண்டாடுறீங்கன்னா அது என்னன்னு எனக்கு தெரியல. ஸோ இதுக்கெல்லாம் வந்து நீங்கள் தான் பதில் கொடுக்கணும். இதுதான் நான் கேட்டுக்கிறேன் உங்ககிட்ட. இதுக்கு முதல்ல நீங்கள் பதில் சொல்லிட்டு மற்றது எல்லாமே நீங்கள் பேசுங்க. ഫസ്റ്റ് ഇത് ഓപ്പൺ பண்ணுங்க. ഓക്കേங்களா? പുള്ളിക്കാരി പറയണത് കേട്ടോ, ഇതിലെന്തോ എന്തൊക്കെയോ ഒരു ഇതുള്ള പോലെ തോന്നുന്നു. എന്താ വെച്ചാൽ എന്താണ്, ബാലയെ കല്യാണം കഴിക്കുമ്പോൾ എന്താ എലിസബത്ത് നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാതെ എൻ്റെ മാമയെ ഏമാത്തി എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഫുള്ള് ഇവർ എന്തൊക്കെയൊക്കെയോ ഇതാണ് എലിസബത്തിനെ മാനസിക രോഗിയാക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ പല രീതിയിൽ എലിസബത്തിനെ തകർക്കാൻ നോക്കുകയാണ്. എലിസബത്ത് ഇനിയൊന്നും വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ മാനസിക രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ടൊന്നും ആർക്കും ഒന്നും പറയാനുണ്ടാവില്ലല്ലോ. അതിൻ്റെ തത്രപ്പാടാണ് രണ്ടിനും. എന്ത് തന്നെയാണെങ്കിലും നല്ല ഇതാണ്. എന്തായാലും ഈ മാമ വിളിച്ചിട്ട് ഈ ഒരു ഇത് എപ്പോഴും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എപ്പോഴും ഈ മാമാക്ക് വീഡിയോ എടുക്കുകയാണ്, കണ്ടില്ല, സൂം ചെയ്തൊക്കെ ഇതാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പുള്ളിക്കാരൻ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഒരു മാമ വിളിച്ച് ഈ ഒരു സ്നേഹവും ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അതാണ് ഇപ്പം നിന്നെ മാമയെ ഏമാത്തി എന്ന് പറയുന്നുണ്ട്. എലിസബത്ത് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, മാമ എന്താ ആദ്യത്തെ കല്യാണമായിരുന്നോ എലിസബത്തിനെ കല്യാണം കഴിക്കുന്ന സമയത്ത്? അതും കൂടെ ഒന്ന് അതെന്താ കോകില പറയാത്തത്? എലിസബത്ത് ഇരിക്കുക, അമൃത ഇരിക്കുക തന്നെ കോകിലയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഇതാണ് എലിസബത്തും പറയുന്നുണ്ട്, അമൃതയും പറയുന്നുണ്ട്. ഒരാളെക്കുറിച്ച് കുറേ പേര് കുറ്റം പറയില്ലല്ലോ. അപ്പോൾ എന്താണ്, 2 ഭാര്യമാരും കുറ്റം പറയണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കാര്യം ഇല്ലാതെ അവർ പറയില്ലല്ലോ. അപ്പോൾ അത്രേ എല്ലാവരും പറയുന്നുള്ളൂ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അല്ലാതെ കോകില വന്നിട്ട് ഈ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും എലിസബത്ത് ഇനിയും എന്തെങ്കിലും എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് പറയട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.